प्यारे बच्चे, नमस्ते। पिछले कक्षा में हम कविता की कुछ पंक्तियां पढ़ी थी। कविता का नाम क्या है? पुल बनी थी माँ। कवि का नाम क्या है? नरेंद्र पुंडरिक। कविता में कवि क्या कहते हैं बताइए। माँ बच्चों के बीच पुल बनी थी। इस माम रूबी पुल से बच्चों की जिंदगी रूबी रेलगाड़ी हरी लाल बत्ती के बिना बेधड़क चलती रहती। लेकिन माम धीरे धीरे टूटने लगे अथवा ധീരെ ധീരെ കംസോർ होती गई. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? അമ്മയാകുന്ന പാലത്തിലൂടെ മക്കള് യാതൊരു തട്ടിത്തടസ്സവും കൂടാതെ ഓടിക്കൊണ്ടേയിരുന്നു അല്ലേ? പക്ഷെ അമ്മ എന്ത് ചെയ്തു? വാർദ്ധക്യം വന്നു തുടങ്ങി, പതുക്കെ പതുക്കെ തകരാനും ദുർബലയാവാനും തുടങ്ങിയിരുന്നു. आगे की कविता पढ़े। माम के बार बार कहने को हम मानकर चलते रहे। उसके बूढ़े होने की आदत और अपनी हर आवाज में धीरे धीरे टूटती रही माँ. बार बार कहना വീണ്ടും വീണ്ടും പറയുക. ആദത് ശീലം, ആവാസ് ശബ്ദം. മാം കെ ബാർ ബാർ कहने को ഹം മാൻകർ ചൽത്തേ രഹെ. അമ്മയുടെ വീണ്ടും വീണ്ടുമുള്ള പറച്ചിലിനെ ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അമ്മ എന്ത് ചെയ്യുന്നു? ഒരേ കാര്യം തന്നെ പല പ്രാവശ്യം ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ പിന്നീട് എന്ത് ചെയ്തത്? മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നത്. ഏക് ഹി ബാത് കോ മാം ബാർ ബാർ കഹനെ ലഗി. कविता का आशय यह है, एक ही बात को माँ बार बार कहने लगी. बच्चे इस आदत को उनके बढ़ते हुए बुढ़ापे की निशानी मानकर जीने लगी. അപ്പം മക്കൾ എന്ത് ചെയ്തു? അമ്മയുടെ ഈ സ്വഭാവം അവരുടെ വർദ്ധിച്ചു വരുന്ന വാർദ്ധക്യമാണെന്ന് മനസ്സിലാക്കിയിട്ട്, അതിൻ്റെ അടയാളമാണെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഉസ്കെ ബൂട്ടേ ഹോനേക്ക് ആദത്ത്, അവരുടെ വൃദ്ധിയാകുന്ന ആ വൃദ്ധിയായതിലുള്ള ആ ശീലവും അപ്പനി ഹർ ആവാസുമേം ധീരെ ധീരെ ടൂട്ടത്തി രഹി മാം, അവരുടെ ഓരോ ശബ്ദത്തിലും അമ്മ പതുക്കെ പതുക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു? ദുർബലയായിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. എന്താ അവിടെ പറഞ്ഞത്? ഉസ്കി ആവാസ് കംസോർ ഹോത്തി രഹി, അവരുടെ ശബ്ദം എന്തായി മാറി? ദുർബലയായി മാറിക്കൊണ്ടേയിരുന്നു. വഹ് ധീരെ ധീരെ ദുർബൽ ഹോത്തി രഹി, അമ്മ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? പതുക്കെ പതുക്കെ ദുർബലയായിക്കൊണ്ടേയിരുന്നു. देखिए बच्चे, इससे आपको क्या समझा? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? മാം കോ ക്യാ ബേട്ട ടീക്ക് तरह से समझने लगे. അമ്മയെ കുട്ടികൾ ശരിയായിട്ട് മനസ്സിലാക്കിയിരുന്നോ? ബതായിയേ. നഹി നഹി, എന്ത് ചെയ്തില്ല? മനസ്സിലാക്കിയിട്ടില്ല. ബേട്ടെ കേവൽ ദേഖത്തെ രഹേ അഥവാ ജാനേ അൻജാനേ ബേട്ടെ അപ്പനെ മാം കി ഉപേക്ഷ കർണേ ലഗെ. കേവലം അവരെന്ത് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ? നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ. അഥവാ അറിഞ്ഞോ അറിയാതെയോ അവരെന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? അമ്മയെ ഉപേക്ഷ കർണയിലേക്ക് ഉപേക്ഷിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അകല പങ്ക്തിയാം ദേഖിയേ. ഹാത്തോം ഹാത്ത് രഹ്തി മാം ഏക് ദിൻ ഹമാരെ കന്ധോ മേം ആ ഗയി. धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माम का भारी होना. देखिए, ഹാത്തോം ഹാത്ത് രഹത്തി മാം, ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്ന അമ്മ. കന്ധ തോള്, മഹസൂസ് അനുഭവപ്പെടുക, വൃഷഭ് കന്ധ ദൃഢമായ തോളുകൾ, ഭാരി ഹോന ബോജ് ബനിന അഥവാ ചുമക്കുക. ദേഖിയേ, ഹാത്തോം ഹാത്ത് രഹത്തി മാം, മക്കളെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന അമ്മ, മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ടേയിരുന്ന അമ്മ. ഏക് ദിൻ ഹമാരെ കന്ധോമേം ആകി, ഒരു ദിവസം ഞങ്ങളുടെ ചുമലിൽ വന്നുപോയി. എന്താ അവിടെ കവി പറയുന്നത്? കവി ക്യാ കഹത്തെ ഹേ? ബച്ചോം കെ പ്രതി പ്യാർ ഔർ ദുലാർ സേ രഹ്നെ വാലി മാം ഏക് ദിൻ ബച്ചോം കെ ആശ്രയ മേ ആ ഗയി. എന്താണ് സംഭവിച്ചത്? മക്കൾക്ക് വേണ്ടിയിട്ട് സ്നേഹത്തോടെയും ലാളനയോടും മക്കൾക്ക് വേണ്ടി മാത്രം ആ ജീവിച്ചിരുന്ന അമ്മ ഒരു ദിവസം മക്കളുടെ ആശ്രയത്തിൽ വന്നുപോയി. ധീരെ ധീരെ മഹസൂസ് കർണേ ലഗേ ഹം, പതുക്കെ പതുക്കെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. ഹം, ഞങ്ങൾക്ക് എന്താ അനുഭവപ്പെട്ടത്? അപ്പനെ വൃഷഭ് കന്തോമേ മാം കാ ഭാരി ഹോന,
ഞങ്ങളുടെ ആ സശക്തമായ നല്ല ശക്തമായ ദൃഢമായ തോടുകളിൽ അമ്മയുടെ ഭാരം വന്നുപോയി. എന്താ ഇവിടെ കവി പറയണത് നോക്കൂ. ധീരെ ധീരെ ഏക് ദിൻ ബച്ചേ കെ ആശ്രയ മേ ബച്ചോം കെ ധീരെ ധീരെ ബച്ചോം കെ സശക്ത കന്ധോ മേ മാം ബോജ് ബൻ ഗയി. എന്താ അവിടെ കവി പറഞ്ഞത്? പതുക്കെ പതുക്കെ മക്കളുടെ ആ ശക്തമായ തോളുകളിൽ അമ്മയുടെ ഭാരം വന്നുപോയി. മാം കി ദേഖ്ഭാൽ കി ജിമ്മേദാരി ബേട്ടോം പർ ആ ഗയി. ഇസ്കാ മത്ലബ് ക്യാ ഹേ? ഇതിന്റെ അർത്ഥം എന്താണ്? മാം കി ദേഖ്ഭാൽ കി ജിമ്മേദാരി, അമ്മയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ബേട്ടോം പർ ആ ഗയി, ആരിൽ വന്നുപോയി? മക്കളിൽ വന്നുപോയി. देखिए अगला खंड। जब तक जीवित रही माम हम बदलते रहे अपने कंधे, माम आखिर माम ही तो है बार बार हमें कंधे बदलते देख, हमारे कंधों से उधर गई माम और माम के कंधों से उधरते ही उधर गए हमारे कंधे. देखिए ബദൽന മാറ്റുക, ആഖിർ അവസാനം, ബാർ ബാർ വീണ്ടും, വീണ്ടും വീണ്ടും, ഉദർ ഗയി ഇറങ്ങിപ്പോയി, ജബ് തക് ജീവിത് രഹിമാം എപ്പോൾ വരെയാണോ അമ്മ അങ്ങനെ ജീവിച്ചു കൊണ്ടേയിരുന്നത്, ഹം ബദൽത്തേ രഹേ അപ്പനെ കന്തേ ഞങ്ങൾ എന്ത് ചെയ്തു, ബദൽത്തേ രഹേ മാറ്റിക്കൊണ്ടിരുന്നു, അപ്പനെ കന്തേ ഞങ്ങളുടെ തോളുകൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരാളുടെ തോളിൽ നിന്ന് മറ്റൊരാളുടെ തോളിലേക്ക്, അതായത് ഒരാൾ മറ്റൊരാളിലേക്ക് അങ്ങനെ മാറി മാറി അമ്മയെ മാറ്റി നോക്കിക്കൊണ്ടേയിരുന്നു. इसका आशय क्या है? जब तक बूटी माम जीवित रही बच्चे माम की देखरेख की जिम्मेदारी एक दूसरे के कंधे पर टालते रहे. എന്തതിന്റെ ആശയം? അമ്മ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ ഒരാളുടെ തോളിൽ നിന്ന് മറ്റൊരാളുടെ തോളിലേക്ക് അമ്മയുടെ ഭാരം എന്ത് ചെയ്തു, മാറിക്കൊണ്ടേയിരുന്നു. മാം ആക്കിർ മാം ഹി തോഹേ. ഈ കവിതയിലെ ഏറ്റവും മർമ്മസ്പർശിയായ വരിയാണിത്. മാം ആക്കിർ മാം ഹി തോഹേ, അമ്മ അവസാനം വരെ അമ്മയാണ്. ഇതുകൊണ്ട് എന്താ ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്? മാം കാ മൻ സദാ അപ്പനെ ബച്ചോം കി ബലായി ചാഹത്തെ ഹെനാ. അമ്മയുടെ മനസ്സെന്ന് പറയണേ എപ്പോഴും എന്തുമാത്രം ആഗ്രഹിക്കുള്ളൂ, മക്കളുടെ നന്മ മാത്രമേ ആഗ്രഹിക്കുള്ളൂ. ഇവിടെ ചോദ്യമുണ്ട്, നോക്കൂ. एक प्रश्न है, മാം ആക്കിർ മാം ഹി തോ ഹേ ഇസ്സേ അപ്പനെ ക്യാ സമച്ച. ഇതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കിയെന്ന്? എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? മാം കാ മൻ സദാ അപ്പനെ ബച്ചോം കി ബലായി ചാഹത്തെ ഹേ. അമ്മയുടെ മനസ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും തങ്ങളുടെ മക്കളുടെ നന്മ മാത്രമാണ് ആഗ്രഹിക്കുക. അപ്പനെ ബച്ചോം കി തക്ലീഫ് സമച്ച്കർ ഉനെ ദൂർ കർനെ കോ മാം സോച്ചതി ഹേ. മക്കൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ അത് ദൂരീകരിക്കാൻ ആര് ശ്രമിച്ചുകൊണ്ടിരിക്കും? അമ്മ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതാണ് ആ വരികളുടെ മീനിങ്. തക്ലീഫ്, ബുദ്ധിമുട്ട്. മാം ആക്കിർ മാം ഹി തോ ഹേ, അമ്മ അവസാനം വരെ അങ്ങനെ അമ്മ തന്നെയാണ്. അതുകൊണ്ട് അമ്മ എന്ത് ചെയ്തു നോക്കൂ, ബാർ ബാർ ഹമേ കന്തേ ബദൽത്തേ ദേഖ്. വീണ്ടും വീണ്ടും ഞങ്ങൾ അങ്ങനെ തോള് മാറ്റുന്നത് കണ്ട്, ഞങ്ങൾ പരസ്പരം അമ്മയെ മാറി മാറി നോക്കുന്നത് കണ്ടിട്ട്, ഹമാരെ കന്തോം സേ ഉദർ ഗയി മാം. മാം ക്യാ കിയാ, അമ്മ എന്ത് ചെയ്തു പോയി? ഹമാരെ കന്തോം സേ ഞങ്ങളുടെ തോളുകളിൽ നിന്ന് ഉദർ ഗയി ഇറങ്ങിപ്പോയി. ഇവിടെ ഉദർ ഗയി എന്ന് പറഞ്ഞാൽ മർഗയി മരിച്ചുപോയി. ഹമാരെ കന്തോം സേ ഉദർ ഗയി ഇസ്കാ മത്ലബ് ക്യാ ഹേ? ഞങ്ങളുടെ തോളുകളിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന കവി എന്താണ്? मतलब ये है उसका अंतिम प्रयाण हो गया. അർത്ഥം ഇതാണ്. എന്താണ്? അമ്മയുടെ അവസാന പ്രയാണം ഉണ്ടായി, അമ്മ മരിച്ചുപോയി. അപ്പൊ എന്ത് സംഭവിച്ചു പോയി? ഓർ മാം കെ കന്തോം സേ ഉദർത്തേ ഹി ഉദർ ഗേ ഹമാരെ കന്തേ. അമ്മയുടെ അമ്മ ഞങ്ങളുടെ തോടുകളിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഞങ്ങളുടെ തോളുകളും ഇറങ്ങിപ്പോയി. എന്താണ് അവിടെ കവി ഉദ്ദേശിച്ചത്? माम के अभाव में बच्चे निराश्रय और दुर्बल हो गए. माम के कंधों से उधरते ही उधर गए हमारे कंधे. इसका मतलब क्या है? മാം കെ അഭാവ് സേ ബച്ചെ നിരാശ്രയ ഔർ ദുർബൽ ഹോ ഗയേ. അമ്മയുടെ അഭാവത്തിൽ മക്കൾ ആരായി മാറി? നിരാശ്രയരും ദുർബലരുമായിട്ട് മാറിപ്പോയി. കവിത നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കവിതയുടെ ഓരോ പാരഗ്രാഫിൻ്റെയും സാരാംശം, ഹിന്ദി സാരാംശം നിങ്ങൾ എഴുതണം. അനുബദ്ധ ഖാരി ദേഖിയേ. ലിഖേ നിമ്നലിഖിത് ആശയ കവിത की किन किन पंक्तियों में है? लिखे,
എഴുതൂ. നിമ്നലിഖിത് ആശയ് കവിതാ കി കിൻ കിൻ പങ്ക്തിയോ മേം ഹെ. നിമ്നലിഖിത് താഴെ നൽകിയിട്ടുള്ള ആശയം വരുന്ന കവിതയുടെ വരികൾ കണ്ടെത്തി എഴുതൂ. എന്താ പറഞ്ഞത്? താഴെ കൊടുത്തിരിക്കുന്ന അതേ ആശയം വരുന്ന കവിതയുടെ വരികൾ കണ്ടെത്തി എഴുതൂ. ആശയം നമുക്ക് നോക്കാം. പഹലെ ബേട്ടോം കാ ജീവൻ ബെരോക്കഡോക്ക് ചൽത്തി ഗാഡി കെ സമാൻ രഹ. ബെരോക്കഡോക്ക് തട്ടിത്തടസ്സമില്ലാതെ. ഇതേ ആശയം വരുന്ന കവിതയിലെ വരി ഏതാണ്? ബധായിയേ. दौड़ती रहती थी बेधड़क बिना किसी हरी लाल बत्ती के हम लोगों की चुक चुक चक चक. समझा है ना? दौड़ती रहती थी बेधड़क बिना किसी हरी लाल बत्ती के हम लोगों की चुक चुक चक चक. देखिए अगला. माम की देखभाल की जिम्मेदारी बेटों पर आ गई. എന്താ इसका आशय क्या है? അമ്മയുടെ നോക്കുന്ന ഉത്തരവാദിത്തം മക്കളിൽ വന്നുപോയി. പങ്ക്തി ക്യാ ഹേ? വരി ഏതാണ്? एक दिन हमारे कंधों में आ गई. एक दिन हमारे कंधों में आ गई. अगला देखिए. ബേട്ടെ അപ്പനെ ദായിത്വ ബദൽത്തേ രഹേ. മക്കൾ അപ്പോൾ എന്ത് ചെയ്തു? തൻ്റെ ഉത്തരവാദിത്വം മാറ്റിക്കൊണ്ടിരുന്നു. ഈ ആശയം വരുന്ന വരി ഏതാണ്? ഹം ബദൽത്തേ രഹേ അപ്പനെ കന്തേ. ഹം ബദൽത്തേ രഹേ അപ്പനെ കന്തേ. ഏതാണ് വരി? ഹം ബദൽത്തേ രഹേ അപ്പനെ കന്തേ. देखिए अगला. മാം കെ ചലേ ജാനേ സേ ബേട്ടെ ബേസഹാരേ ബനെ. അമ്മ പോയതിന് ശേഷം, അമ്മയുടെ മൃത്യുവിന് ശേഷം, മരണത്തിന് ശേഷം മക്കള് നിസ്സഹായരായി മാറിയെന്ന് വരുന്ന വരി ഏതാണ്? और माम के कंधों से उधरते ही उधर गए हमारे कंधे. क्या है? और माम के कंधों से उधरते ही उधर गए हमारे कंधे. अगला प्रश्न यह है. कविता का परिचय देते हुए टिप्पणी लिखे. देखिए बच्चे, टिप्पणी लिखने में हम क्या क्या बात ध्यान रखें. നോക്കൂ മക്കളെ, ഒരു ടിപ്പണി എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? കവി ഔർ കവിതാ കാ പരിചയ്. നമ്മൾ ആദ്യം ആരെ പരിചയപ്പെടുത്തണം? എഴുതിയ കവിയെ പരിചയപ്പെടുത്തണം, ലേഖകനെ പരിചയപ്പെടുത്തണം, ആ കവിതയെയും പരിചയപ്പെടുത്തണം. രണ്ടാമതായി കവിതാ കാ ആശയ്. കവിതയുടെ ആശയം എഴുതണം. ഭാഷാപരക വിശേഷതായം. കവിതയിൽ ഒരുപാട് ഭാഷാ സംബന്ധമായ വിശേഷതകൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും, അത് ഉൾപ്പെടുത്തണം. കവിതാക്കി പ്രാസംഗികത പർ അപ്പനാ വിചാർ. കവിതയുടെ സന്ദർഭത്തെക്കുറിച്ചുള്ള നമ്മളുടെ വിചാരം എഴുതണം, അഥവാ നമ്മളുടെ കാഴ്ചപ്പാട്, ദൃഷ്ടികോൺ അതിൽ ഉൾപ്പെടുത്തണം. ഇത്രയും കാര്യങ്ങൾ ഒരു ടിപ്പണി എഴുതുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എങ്ങനെ ഒരു ടിപ്പണി, ഈ കവിതയുടെ ടിപ്പണി അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ധന്യവാദ്.